ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആർ യു ഷോ സീസൺ 1-ന്റെ 6th എപ്പിസോഡാണ്. ഇത്തവണ അവർക്ക് പുറത്തായിരുന്നു ഷൂട്ട്. ഈ എപ്പിസോഡ് മുതൽ വി കൂടെ ഇല്ല കേട്ടോ. നല്ല സ്നോയിങ്ങും ട്രെയിൻ യാത്രയും ഒക്കെ ആയിട്ട് ഒരുപാട് ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് ഒക്കെയാണുള്ളത്. അപ്പോൾ നമുക്ക് എപ്പിസോഡിലോട്ട് പോകാം. ഒരിക്കൽ കൂടെ എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. അടുത്തതായി സപ്പോറയിലോട്ടാണ് യാത്ര. ഫ്ലൈറ്റിലിരിക്കുമ്പോൾ ജങ്കൂക്കാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് സ്നോ ഒക്കെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ഫ്ലൈറ്റ് ഇറങ്ങി നേരെ അവർ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തോട്ടാണ് പോയത്. അവിടുത്തെ ബിയർ സെക്ഷനിൽ ഇരുന്ന് അവർ സംസാരിക്കുകയാണ്. ജിമിനാണെങ്കിൽ ജങ്കൂക്കിൻ്റെ സ്റ്റാൻഡിങ് നെക്സ്റ്റ് ടു ഒക്കെ പാടുന്നുണ്ട്. അവിടുന്ന് ജിമിൻ്റെ റിലീസാവാൻ പോകുന്ന പുതിയ MVയുടെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. നമുക്കറിയാം MV ഓൾറെഡി റിലീസ്ഡ് ആണെന്ന്. അടിപൊളി സോങ് തന്നെയായിരുന്നു അത്. അതിൽ കുറച്ച് കുട്ടികളും കൂടെ ഉണ്ട് കേട്ടോ. അവരാണെങ്കിൽ ജിമിനെ മിസ്റ്റർ പാർക്ക് എന്നായിരുന്നു പോലും വിളിച്ചിരുന്നത്. അപ്പോൾ ജിമിൻ അങ്ങനെയല്ല, എന്നെ ജിമിന്ന് തന്നെ വിളിച്ചാൽ മതിയെന്ന്. അപ്പോൾ പിള്ളേരാണെങ്കിൽ അങ്കിളിന്ന് വിളിക്കാൻ തുടങ്ങി. എന്നിട്ട് ജിമിൻ പറയാണ്, പിള്ള മനസ്സിൽ കള്ളല്ല എന്ന് പറഞ്ഞ പോലെ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, അവരെന്നേക്കാൾ 20 വയസ്സിന് ഇളയതല്ലേ എന്ന്. അല്ലടോ മിസ്റ്റർ ജിമിൻ, ഇതിപ്പോൾ 2-3 തവണയായി പ്രായത്തെക്കുറിച്ച് തന്നെ മെൻഷൻ ചെയ്യുന്നു. പ്രായം കൂടി വരണത് ആൾക്കങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല തോന്നുന്നു. അപ്പോൾ ജങ്കൂക്ക് പറയണേ, എന്നെ എങ്ങാനും അങ്കിളിന്ന് വിളിച്ചാൽ ഞാനൊട്ടും അക്സെപ്റ്റ് ചെയ്യില്ലെന്ന്. ഇതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. മുമ്പൊരു ഫാൻ മീറ്റിൽ വെച്ച് ആർമീസ് പുള്ളീനെ ഒപ്പാന്ന് വിളിച്ചപ്പോൾ, ഒപ്പയോ ആരുടെ ഒപ്പ, എനിക്കത്ര പ്രായമായിട്ടൊന്നുമില്ല, ഈ വിളിച്ചവളുമാർ മൊത്തം ID കാർഡ് എന്നെ കാണിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോയാൽ മതി എന്ന് പറഞ്ഞ മുതലാ. പിന്നെ അവരവിടെ നിന്ന് പുറത്തിറങ്ങാണ്. അവിടെ മൊത്തത്തിലൊരു ക്രിസ്മസ് വൈബ് തന്നെയായിരുന്നു. അവരെങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ജഗ്ഗുക്കാണെങ്കിൽ എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട്. അങ്ങനെ സ്ലിപ്പായി വീണ്. പിന്നെ അങ്ങോട്ട് വീഴ്ച തന്നെയായിരുന്നു. കളിച്ചോണ്ടിരുന്നപ്പോ പാർക്കി വീണു. എന്താ വീഴാൻ പാടില്ലേ? കുട്ടികളാവുമ്പോ വീഴും എഴുന്നേൽക്കും, വീഴും എഴുന്നേൽക്കും, വീഴും എഴുന്നേൽക്കും. പിന്നെ അവര് തിരിച്ച് റൂമിൽ തന്നെ എത്താണ്. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജങ്കൂക്ക് പറയുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉള്ള ഫുഡ്, ഇനിയിപ്പോൾ ഞാൻ കുറച്ച് വെയിറ്റ് കൂടുമെന്ന്. അപ്പോൾ ജിമിൻ, നിനക്ക് ഒരിക്കലല്ലേ ജീവിതം ഉള്ളൂ എന്നുള്ള മട്ടില് ഉള്ള നേരം നന്നായി കഴിച്ച് നന്നായി ഇരിക്കുന്നൊക്കെ പോലെ പറയാണ്. ആൾക്കും നന്നായി ബോധിച്ചു എന്ന് തോന്നുന്നു. ലാസ്റ്റത്തെ ഒരെണ്ണം ഷെയർ ചെയ്ത് കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത ദിവസം അവർ പുറത്തോട്ട് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ജങ്കൂക്കിനാണെങ്കിൽ ഏത് സൺഗ്ലാസ് വെക്കണം എന്നുള്ള ടെൻഷനാണ്. പിന്നെ മുടിയൊക്കെ വലുതായിട്ടുണ്ട്, ബാങ്ക്സ് മാത്രം ചെറുതായിട്ടൊന്ന് വെട്ടണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ജിമിൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് അടുത്തോട്ട് വന്നപ്പോൾ, നിന്നെ കൊണ്ട് വെട്ടിക്കുന്ന കാര്യമില്ല എന്ന് പറഞ്ഞ് ആ ചെറുക്കൻ ഒരൊറ്റ ആട്ട്. അത് കഴിഞ്ഞ് ഒരു റെസ്റ്റോറൻറ്റിലാണ് അവരിയ്ക്കുന്നത്. അതൊരു ജാപ്പനീസ് റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഇനി ഫുഡ് എങ്ങനെ ഓർഡർ ആക്കും? നമുക്ക് നമ്മളെ ടൂൾസ് എടുക്കാന്ന് പറയുന്നുണ്ട് ജിമിൻ. ഒരു സെക്കൻഡ്. Is it possible for you to give us the bill, as we are ready to leave and wish to pay? It's $15, sir. Thank you, babe. Yeah. ജങ്കൂക്കിന്റെ കണ്ണ് വീണ്ടും ഉടക്കിയത് ബിയറിലാണ്. എന്താണ് ഈ ചെറുക്കൻ ഇങ്ങനെ? ഇന്നലെ രാത്രിയല്ലേടാ നീ വെയിറ്റ് കൂടുണ്ട്, വെള്ളടി നിർത്തണം എന്നൊക്കെ പറഞ്ഞത്? നല്ല പെട കിട്ടാത്തതിന്റെ കുറവാണ് ചെക്കന്. അതെങ്ങനെയാ? ഏട്ടന്മാരെ പുന്നാര മോനെ വളർത്തി വഷളാക്കി വെച്ചേക്കല്ലേ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ചെറുക്കൻ കൈവിട്ട് പോയി. അപ്പോഴത്തേക്ക് ഫുഡ് വന്ന്, വീണ്ടും സ്പൈസി ഫുഡ്. എനിക്കതല്ല, കഴിഞ്ഞ എപ്പിസോഡിലും ജിമിന് ഇതേ കണക്കാണ് ടിഷ്യൂ ഒക്കെ മൂക്കിന് മുകളിൽ വെച്ച് ഫുഡ് കഴിച്ചത്. എന്നാൽ പിന്നെ എന്തിനാ മക്കളെ സ്പൈസി ഫുഡൊക്കെ ഓർഡർ ചെയ്തത്? അതങ്ങനെ ഒരെണ്ണം. അത് കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങി. അവിടെയാണെങ്കിൽ നല്ല സ്നോയിങ് ആയിരുന്നു. ശരിക്കും അതിൽ കൂടെ ഒക്കെ ഓടി കളിക്കാൻ തോന്നും. ജങ്കൂക്കാണെങ്കിൽ ഫുഡ് കഴിച്ച് പുറത്തോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഇനി സ്നാക്സ് ഒക്കെ എവിടെ കിട്ടുന്നതാണാവോ എന്ന് തപ്പിക്കൊണ്ടിരിക്കുക. പിന്നെ അവരൊരു ട്രെയിനിലാണ് പോകുന്നത്. ജങ്കൂക്ക് പറയണേ, നമ്മളിപ്പോൾ ഒരു ഡ്രാമയിലുള്ള പോലെയൊക്കെ ഇല്ലേന്ന്. അപ്പോൾ ജിമ്മിൻ വിൻഡോയിലൂടെ പുറത്തോട്ട് നോക്കി ഹീറോ ഹീറോയിന് നോക്കുന്നത് പോലെയൊക്കെ ആക്ട് ചെയ്യാണ്. പിന്നെ അങ്ങോട്ട് മുടിഞ്ഞ അഭിനയായിരുന്നു. 리트리버들 우는 거 봤어? അവരങ്ങനെ ട്രെയിനിൽ നിന്ന് ഇറങ്ങി നടക്കുമ്പോൾ ഒരു ചെറിയ പെൺകുട്ടിയെ കാണുന്നുണ്ട്. ജിമിൻ്റെ ഉൾമനസ്സിലെ അപ്പാപ്പാസം ഉണരുകയാണ്. ജിമിൻ പറയാണ്, ഇതുപോലൊരു മോൾ എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുമ്പോഴേ എൻ്റെ കണ്ണൊക്കെ നിറയുന്നുണ്ടെന്ന്. അതെന്തിനാന്ന് ചോദിച്ചപ്പോൾ ജിമിൻ പറയാണ്, അവളുടെ ഓരോ വളർച്ചയും നോക്കി കാണുമ്പോഴാണെന്ന്. എന്തൊരു പാവാലേ ജിമിൻ. ജിമിനാ, എത്രയും പെട്ടെന്ന് തരാൻ നിനക്കൊരു കുഞ്ഞിക്കാൽ കാണാൻ സാധിക്കട്ടെ. പിന്നെ അവർ സ്നോയിലൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. കുറേ ഫോട്ടോസ് എടുത്തു. ഏകദേശം ഈ നവംബർ ഡിസംബർ മാസത്തിൽ തന്നെയായിരിക്കും ഈ ഷൂട്ട് നടന്നിട്ടുണ്ടാവുക എന്നാണ് തോന്നണേ.
അതുകൊണ്ടായിരിക്കും അവിടെയൊക്കെ ഇത്രയ്ക്കും സ്നോ. പിന്നെ അവർ സ്നോയിലൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവിടുന്ന് അവർ പോയത് ഒരു മ്യൂസിയത്തിലോട്ടാണ്. ജങ്കുക്ക് അവിടെയുള്ള ഡ്രിങ്കൊക്കെ ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് അവർ വീണ്ടും ഫുഡ് കഴിക്കാനാണ് പോയത്. ഞാൻ പറഞ്ഞില്ലേ ഇവർ ഫുഡ് കഴിക്കാനുള്ള ഒരു റീസൺ ആയിട്ടാണ് ഈ ഷോ തന്നെ ചെയ്യുന്നത്. അവിടെ ചെന്നും ജങ്കുക്ക് ബിയർ തന്നെയാണ് ഓർഡർ ചെയ്യുന്നത്. എന്തൊരു ചെറുക്കനിത്. അപ്പോൾ ജിമിൻ ചോദിക്കുകയാണ്, നിനക്ക് എത്രയ്ക്ക് ഇഷ്ടമാണോ ഇതെന്ന്. അവിടെ വെച്ച് ഒരുപാട് സംസാരിക്കുന്നുണ്ട്. ജിമിൻ പറയാണ്, നീയും ഞാനും വിയും ഒക്കെ ഒരേ ഏജ് ആയിരുന്നെങ്കിൽ നല്ല രസമായിരിക്കില്ലേ എന്ന്. എന്നിട്ട് അവരുടെ ഡംപ്ലിംഗ് വഴക്കിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. വീടേയും ജിമിൻ്റെ ഇടയിൽ നടന്ന ഒരു വലിയ വഴക്ക് തന്നെയായിരുന്നു ഡംപ്ലിംഗ് ഇൻസിഡൻറ്റ്. നിങ്ങൾക്കറിയായിരിക്കും. അതിനുശേഷമാണ് വിയും ജിമിനും ഇത്രയ്ക്ക് ക്ലോസ് ആയതുപോലും. ജിമിനാണെങ്കിൽ ദേഷ്യം വന്നാൽ കൺട്രോൾ കിട്ടില്ല എന്നും മേലാകെ വിറയിൽ വരും എന്നൊക്കെ പറയുന്നുണ്ട്. ഇത്രയ്ക്ക് ദേഷ്യക്കാരനാണോ ജിമിൻ? പക്ഷെ കണ്ടാ പറയില്ല, എന്തോ ഒരു കാമായിട്ടുള്ള മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതാ പറയുന്നത് റിയൽ ലൈഫും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടെന്ന്. നമ്മളീ കാണുന്ന മനുഷ്യന്മാരേ ആയിരിക്കില്ല ഒരു പക്ഷേ അവരുമായിട്ട് നമ്മൾ അടുത്തിടപഴകുമ്പോൾ. അപ്പോൾ ജങ്കുക്ക് പറയാണ്, ഞാനൊരാളുടെ അടുത്തും തല്ലു പിടിക്കാനൊന്നും പോയിട്ടില്ല എന്ന്. അങ്ങനെ അവരവിടെ നിന്ന് ഇറങ്ങിയൊരു ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ജിമിൻ പറയാണ്, ഈ ഫോട്ടോയിൽ നമ്മളെ കാണാൻ വളരെ യങ് ആയിട്ടാണ് ഇരിക്കണേന്ന്. എന്തോ ഏജ് ആവുന്നത് ജിമിന് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല. പുള്ളിക്ക് എപ്പോഴും ഇങ്ങനെ യങ് ആയിട്ടിരിക്കണം. അങ്ങനെ 6ാമത്തെ എപ്പിസോഡും എൻഡ് ആവുകയാണ്. നെക്സ്റ്റ് 7th എപ്പിസോഡായിട്ട് വേഗം വരാൻ നോക്കാം. അപ്പോൾ ലൈക്ക് ഇടാൻ മറക്കല്ലേ, കമൻറ്റും ചെയ്യാം. അപ്പോൾ ശരി, അന്യോ. 안녕.